അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഓമയ്ക്ക അതായത് പപ്പായ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പപ്പായ ചെറിയ പീസായിട്ട് അരിഞ്ഞ് റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാണ്ട് ഇവിടെ ഒരു ചീനച്ചട്ടി നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സാധനം നമുക്കൊന്ന് വാർത്തെടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ചട്ടി ചൂടായി വരുന്നുണ്ട്, നമുക്ക് എണ്ണ അങ്ങ് ഒഴിക്കാം. ഇത് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലാണ്. എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ചില സ്പെഷ്യൽ സാധനം നമുക്ക് വറുത്തെടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചുമന്ന അരിയാണ്. അതായത് നമ്മുടെ പുഞ്ചേരി എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണിത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ അത്യാവശ്യം കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്ത സാധനമാണ് കേട്ടോ. ഈ അരി വറക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ ഇതിനെ പൊട്ടും. പക്ഷെ നല്ല രസമാണ് പൊട്ടുന്ന കാണാനായിട്ട്. ഇതൊന്ന് വറുത്തെടുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി ഉണ്ടല്ലോ ഇത് നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അരി പെട്ടെന്നാണ് സംഭവം റെഡിയാകുന്നത്. നമ്മൾ അരി ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തണുക്കണം. അപ്പം ആ സാധനത്തിന് നമുക്ക് വേറൊരു സാധനം കൂടെ വറുത്തെടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഉഴുന്നാണ്. അപ്പോൾ അതും നമ്മളുണ്ടല്ലോ നല്ല കഴുകി വൃത്തിയാക്കി നല്ല സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഓൾറെഡി നല്ല ചൂടാണ്. അപ്പം തീ നേരെ കുറച്ചിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായാണ് പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി കേട്ടോ. അത് താമസമൊന്നുമില്ല, എല്ലാം നല്ല പെട്ടെന്ന് റെഡിയാക്കി. ഈ സാധനങ്ങൾക്കൊക്കെ ഒരു കുഴപ്പം ഇതാണ്, ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടിച്ചാടിയൊക്കെ തെറിച്ചൊക്കെ പോകും. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചൊക്കെ നിന്നോണം. മുഖത്തും ഒന്നും വീഴാതെ ശ്രദ്ധിക്കണം. അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉഴുന്നുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോകും. അപ്പം ഇത് നമുക്ക് കോരിയും കിട്ടുക പെട്ടെന്ന് തന്നെ. ഒത്തിരിയൊക്കെ കരിഞ്ഞു പോകാം. നല്ല മണമാണ്, കരിഞ്ഞു പോകുന്നത്. അത് ശ്രദ്ധിച്ചോണം. നല്ല മണമായി ഉഴുന്ന് വറുത്തെടുക്കുമ്പോൾ. നമ്മൾ ഈ ഉഴുന്ന് വറുത്തിട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ, അടിപൊളി ടേസ്റ്റാണ്. മറ്റേ ദോശയ്ക്ക് ഇഡലിയൊക്കെ കഴിക്കാനായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുന്ന സാധനമുണ്ട്, അടിപൊളി. അപ്പോൾ ഇത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ പരിപാടിയുണ്ട്. നമ്മൾ സ്റ്റൗ നിർത്തിയെങ്കിലുണ്ടല്ലോ നമ്മുടെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിത് ഒരു 3-4 വറ്റൽമുളക്, അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. എന്താ പറയുക, ചട്ടിയുടെ എണ്ണയിൽ ആ ഉള്ള ചൂട് മതി നമുക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുറിക്കാറില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മുളകിന് പൊട്ടാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ മുളക് വറക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അത്യാവശ്യം മൂക്കിലൊക്കെ കയറുക, നല്ല രസമാണ്. അതെയോ, അതെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം. ഇവന്മാർ ഇവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ആ തണുക്കുന്ന നേരത്തിന് നമുക്ക് വേറെ സാധനം കൂടെ നമുക്ക് റെഡിയാക്കാറുണ്ട്. സ്വല്പം കറിവേപ്പില, അത് ആ ഉള്ള ചൂട് മതി കേട്ടോ. അതിൻ്റെ അകത്തോട്ട് വന്നിട്ട് നമുക്കൊന്ന് റെഡിയാക്കി. കറിവേപ്പിലയിൽ അത്യാവശ്യം വെള്ളമാണ്, അത് നാളെ പൊട്ടലും ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇങ്ങോട്ടൊന്ന് കോരി അങ്ങോട്ട് മാറ്റിയൊക്കെ വരേണ്ടത്. അവിടെ ഇരിക്കട്ടെ, ഒരു മൂലക്കെട്ടായിട്ട് മാറ്റി വെക്കാതിരിക്കേണ്ടതാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഒന്നുകൂടെ കത്തിക്കാം. ഇനി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എണ്ണ കുറവാണ്. അപ്പോൾ നമുക്കൊരു സ്വല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം.
ചൂടായിട്ടുണ്ട് സാധനം. കാര്യം നമ്മുടെ ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓമയ്ക്കയില്ലേ, അതായത് നമ്മുടെ പപ്പായ, ഈ സാധനം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഇത് അടിയിൽ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു എന്താ പറയുക, ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. എന്നാൽ വെന്ത് ഉടഞ്ഞു പോവുകയും ചെയ്യുന്നത്. ആ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പപ്പായ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു 3/4 ഭാഗത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തൊട്ട് ഒരു എന്താ പറയുക, ഒരു 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞാണ്. അപ്പോൾ അതും കൂടെ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ച് ഇവനേക്ക് കോരി മാറ്റാം. ഒരുപാട് ഇഞ്ചി മൂത്തൊന്നും പോകുന്നു വേണ്ട. ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പച്ചപ്പ് ഒന്ന് മാറുക. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് പരിപാടി നടന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലാതെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ കോരി ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ പച്ചയ്ക്ക് എന്ന് പറയുന്നത് റെഡിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയാണ് കളി മാറാനുള്ളത്. നമ്മളെല്ലാ സാധനം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പപ്പായ, പിന്നെ നമ്മുടെ അരിയെ, മുളക്, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, ഉഴുന്ന്, ഇത്ര സാധനമാണ് നമ്മൾ ഓൾറെഡി എണ്ണയിൽ നമ്മൾ വറുത്തെടുത്ത സാധനം. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോകണം. ആ ചൂട് പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തണുക്കട്ടെ. അപ്പോഴേ നമ്മൾ തണുക്കാൻ വെച്ച സാധനങ്ങളല്ലാതെ നല്ല തണുത്ത് റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് അനുസാരികൾ വേറെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാളംപുളിയാണ്. പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടത്. പിന്നെ നമ്മൾ ഉപ്പ്, നമ്മുടെ സാധാരണ പൊടി ഉപ്പാണ് ഈ സാധനം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുക്കുക. അതിനുശേഷം ഈ സാധനങ്ങൾ അങ്ങോട്ട് പതുക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പപ്പായാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് അരി ഇടുക. മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനൊരു പ്രത്യേക സുഖമാണ്. പിന്നെ ഈ മുളക് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിത് ഇങ്ങനെ ഒന്ന് കൈവച്ചൊന്ന് മുറിച്ചിടാൻ നോക്കുക. തണുത്ത കാരണം നമുക്ക് ടപ്പേന്ന് ഒടിയത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് മുറിച്ചിടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് അരയാനൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മുറിച്ചിടുന്നത്. നല്ല മൂക്കിനകത്ത് കയറുന്നു. നല്ല എരിയുള്ള മുളക് സാധനം. അപ്പം അതിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് നമ്മുടെ തേങ്ങ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി നമ്മൾ എന്താ പറയുന്നത്, ഈ അരി, ഉഴുന്ന്, നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ട്, കറിവേപ്പില ഉൾപ്പെടെയുള്ള അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുണ്ടല്ലോ നമ്മൾ വറുത്തായ എണ്ണയൊക്കെ അത്യാവശ്യമുണ്ട്. ആ എണ്ണ കുറച്ച് വേണം, എന്നാലേ ഉണ്ടല്ലോ അതിനൊരു നമ്മളെന്താ പറയുന്നത് ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നുള്ളൂ. നമ്മുടെ എണ്ണ മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നമ്മുടെ ബാക്കിയിരിക്കുന്ന തേങ്ങയും നമ്മുടെ വാളംപുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ മിക്സിയുടെ ജാറ് നിറഞ്ഞ് ഏകദേശം കണ്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവനെ എന്നുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കാം നമുക്കിങ്ങനെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരാം. ഇതേ നമ്മളപ്പോൾ നമ്മുടെ മിക്സിയിൽ നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതാണ്ട് ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പച്ച പപ്പായ ചമ്മന്തി. അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പപ്പായ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള സകല സാധനവും പറിച്ചെടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കിയിരിക്കും. കാര്യം അന്യായ ടേസ്റ്റാണ്. അമ്മാതിരി സാധനമാണിത്. എന്തായാലും ചെയ്ത് നോക്കിയോ, യാതൊരു വിധത്തിലും ആരും കുറ്റം പറയത്തില്ല. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്കൊരു എന്താ പറയുന്നത് ഒരു VIP ചട്നിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പ്, പുളി, എന്താ പറയുന്ന എരി എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പപ്പായയുടെ ഒരു ചെറിയ ഇതുകൊണ്ട് അങ്ങനെ നല്ല സൂപ്പർ സാധനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ.
എല്ലാവരുടെയും വീട്ടിൽ പപ്പായ ഉള്ളതല്ലേ. അപ്പോൾ അതിൽ നിരണം നാളെ രാവിലെ തന്നെ പറിച്ച് റെഡിയാക്കി എടുത്തു. ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു സ്വല്പം മെനക്കെടണം, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അല്പം അരി, ഉഴുന്ന്, പിന്നെ നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, വാളംപുളി, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെഡിയാക്കി നോക്കുക. റെഡിയാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. ഇനി ഓൾറെഡി ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് അഭിപ്രായം പറയുക. പിന്നെ എന്താ നമ്മൾ പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. ഓളം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വ്യത്യസ്തമായ വേറൊരു രുചിക്കൂട്ടുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് തൽക്കാലം വിടാം. അപ്പം ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.